ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടി 1/2 കിലോ അളവിൽ ബീഫ് വൃത്തിയായി കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് ഒരു 8 വിസിൽ വരെ കൊടുത്ത് നമുക്ക് ഈ ബീഫ് ഒന്ന് വെന്തെടുക്കാം. ബീഫിൽ നിന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കർ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 7 വിസിൽ കൊടുത്താണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇതിലടിച്ച് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഞാൻ അനക്കാതെ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ബീഫൊക്കെ നന്നായിട്ട് വെന്തോന്നൊന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ഞുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി വഴന്നു തുടങ്ങുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് വേണം നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കാനായിട്ട്. കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മസാലയുടെയൊക്കെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലപ്പൊടികൾ കരിയാതെ നമുക്ക് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ റോസ്റ്റിന് ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ അളവിൽ ചേർക്കേണ്ട കാര്യമില്ല, ഒരു തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്തുടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് തക്കാളിയുടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഗ്രേവിയോട് തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്രേവി പരുവത്തിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. നമുക്ക് ഇനി ഇതൊന്ന് റോസ്റ്റ് പരുവത്തിൽ കുറച്ച് കുറുക്കിയെടുക്കണം. അതിനുവേണ്ടി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതിലിരുന്ന് ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ബീഫ് നല്ല പരുവത്തിന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ബീഫ് റോസ്റ്റിൻ്റെ പരുവത്തിൽ വെള്ളമെല്ലാം പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവേ.